നമസ്കാരം, ദിയാസ് കിച്ചൺ റൂമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ കുറച്ച് ചേരുവകൾ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ റൈസാണ്. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടുകയും ചെയ്യാം, ഓഫീസിലേക്കും കൊടുത്തു വിടാം. ഒരു കറിയുടെ ആവശ്യമില്ല. എങ്ങനെ തയ്യാറാക്കാൻ കണ്ടു നോക്കാം. ഇന്നത്തെ സ്പെഷ്യൽ റൈസ് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ക്യാപ്സിക്കം, ടൊമാറ്റോ, പിന്നെ സവാള എടുക്കുമ്പോൾ ഒരു വലിയ സവാള ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മതിയാവും. ഇതിപ്പോൾ ചെറുതായതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. അടുത്തായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന 1 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ബസ്മതി റൈസിൻ്റെ ചോറാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഇല്ലെങ്കിൽ തലേദിവസം ബാക്കി വന്ന ഏത് ചോറ് വേണമെങ്കിലും ഈ ഒരു രീതിയിൽ തയ്യാറാക്കാം. ഇനി അടുത്തായിട്ടൊരു മസാലക്കൂട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് 5 മുതൽ 6 വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു 5 വറ്റൽമുളക്, ഇത് എരിവുള്ള വറ്റൽമുളകാണ്, നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാം. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇത്രയും കാര്യങ്ങൾ റെഡിയാക്കി വെച്ചാൽ നമുക്ക് റൈസ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായിലോട്ട് 1 മുതൽ 1.5 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം ഒരു ചെറിയ സ്പൂൺ കടുക്, ഉഴുന്നുപരിപ്പും കൂടി ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതിൽ ഉഴുന്നുപരിപ്പ് ചേർക്കണം നിർബന്ധമില്ല, ചേർത്താൽ പ്രത്യേക ഒരു ടേസ്റ്റാണ്. കടുക് നന്നായിട്ട് പൊട്ടണം. അതുപോലെ തന്നെ ഉഴുന്നുപരിപ്പിൻ്റെ ചെറുതായിട്ട് കളർ മാറിയതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക. സവാള ഈ ഒരു റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ സവാള മാത്രം മതിയാകും. ഇതിപ്പോൾ ഞാൻ ചെറിയ സവാള ആയതുകൊണ്ടാണ് 2 എണ്ണം എടുത്തത്. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. അതും കൂടി ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതായത് സവാളയുടെ കളർ ചെറുതായിട്ടൊന്ന് മാറി വരണം. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ സ്വാദും അടിപൊളിയാണ്. സവാള ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കളർ മാറി വരണം. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന ഒരു വെളുത്തുള്ളിയും വറ്റൽമുളകും ചതച്ച് വെച്ചില്ലായിരുന്നു, അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ പച്ചമുളകൊന്നും ചേർക്കില്ല. എരിവ് കൊടുക്കുന്നത് ഇതിൽ ചേർത്ത വറ്റൽമുളകാണ്. ഇനി ഇതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതായത് ആ വെളുത്തുള്ളിയുടെ പച്ചമണം നന്നായിട്ടൊന്ന് മാറി നല്ലൊരു മൂത്ത മണം വരണം. ഇതിൽ ഇഞ്ചിയും ചേർക്കില്ല കേട്ടോ, വെളുത്തുള്ളി മാത്രമാണ് ചേർക്കുന്നത്. അതായത് ആ വെളുത്തുള്ളിയുടെ ഫ്ലേവറാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇതിൽ നമ്മൾ ചേർത്ത ആ വെളുത്തുള്ളിയും അതുപോലെ തന്നെ വറ്റൽമുളകൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു റൈസിൻ്റെ കൂടെ കഴിക്കാൻ പ്രത്യേകിച്ച് ഒരു കറിയുടെ ആവശ്യമില്ല. രാത്രി കിടക്കുന്നതിന് മുന്നേ ആവശ്യമുള്ള റൈസ് വേവിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ 10 മിനിറ്റിനുള്ളിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന റൈസാണ്. ഇത് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാം. അതുപോലെ തന്നെ ഓഫീസിലേക്ക് നമുക്ക് കൊണ്ടുപോവുകയും ചെയ്യാം. ഇതൊന്ന് മൂപ്പിച്ചെടുക്കുമ്പോൾ ഫ്ലെയിം ഒരു മീഡിയത്തിൽ മാത്രമേ വെക്കാവൂ, കൂട്ടി വെക്കരുത്. കാരണം വറ്റൽമുളക് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ മൂത്ത് പോവും. ഇപ്പോൾ വെളുത്തുള്ളി മൂത്തതിൻ്റെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുക്കുക. ടൊമാറ്റോ നീളത്തിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് റഫായിട്ടൊന്ന് കട്ട് ചെയ്താൽ മതിയാകും. ഇനി ടൊമാറ്റോയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ടൊമാറ്റോ ഇതുപോലെ 2 മിനിറ്റ് വഴറ്റിയെടുത്തതിന് ശേഷം ടൊമാറ്റോ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഒരു 3-4 മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. അന്നേരം ടൊമാറ്റോ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ ടൊമാറ്റോ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതായത് എന്തെങ്കിലും ഈർപ്പമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ടാണ്. ടൊമാറ്റോ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഡ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കമും കൂടി ചേർത്ത് കൊടുക്കുക. ക്യാപ്സിക്കം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്താൽ മതിയാകും. ക്യാപ്സിക്കം ചേർക്കുമ്പോൾ ഒത്തിരി നൈസായിട്ട് കട്ട് ചെയ്യില്ലേ, കുറച്ച് കട്ടിയായിട്ട് തന്നെ കട്ട് ചെയ്യണേ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ക്യാപ്സിക്കം ഞാനിപ്പോൾ ഒരു ഓറഞ്ച് കളറാണ് എടുത്തേക്കുന്നത്. പച്ച കളറാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും, കുറച്ച് കളർഫുള്ളായിരിക്കും. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ ക്യാരറ്റും കൂടി ചേർക്കാം. പച്ച കളർ ക്യാപ്സിക്കമാണ് ചേർക്കുന്നുണ്ടെങ്കിൽ ക്യാരറ്റും കൂടി ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കളർഫുള്ളായിരിക്കും. ക്യാപ്സിക്കം ചേർത്ത് കഴിഞ്ഞാൽ അധികം ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ 2-3 മിനിറ്റ് അടച്ച് വെക്കാതെ ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കുക. അതായത് ക്യാപ്സിക്കം അധികം ഓവർ കുക്ക് ചെയ്യേണ്ട, കാരണം നമ്മൾ റൈസ് കഴിക്കുമ്പോൾ ക്യാപ്സിക്കമും ചെറുതായിട്ടൊന്ന് കഴിക്കാൻ കിട്ടണം, അതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറും കൂടി ചേർത്ത് കൊടുക്കുക. ചോറിപ്പോൾ ഞാൻ ഉപ്പിട്ട് വേവിച്ച ചോറാണ്, അതനുസരിച്ച് വേണം ഉപ്പ് ചേർക്കാനായിട്ടുള്ളത്. നമ്മുടെ റൈസ് ഏതാണ്ടായിട്ടുണ്ട്. ഇനി ചോറും കൂടെ ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഈ ഒരു റൈസ് തയ്യാറാക്കാനായിട്ട് നമ്മൾ അധികം മസാല ഒന്നും ചേർക്കുന്നില്ല, കാരണം ഇതൊരു വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന റൈസ് തന്നെയാണ്. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഗരം മസാലയോ ചിക്കൻ മസാലയോ വളരെ കുറച്ച് ചേർക്കാം.
റൈസ് നമ്മൾ ഇതുപോലെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളിയുടെ ഫ്ലേവറാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഗരം മസാല ചേർക്കാം. ഞാനിപ്പോൾ ഗരം മസാല ചേർക്കുന്നില്ല. ഇത് എല്ലാം കൂടി 1-2 മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അതായത് നമ്മൾ ചേർത്ത വെജിറ്റബിൾസും ചോറും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. അപ്പോൾ അതേ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചോറ് അധികം ഉടഞ്ഞു പോകത്തില്ല. സാധാരണ നമ്മൾ നൂഡിൽസൊക്കെ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നത്, അതുപോലെ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇപ്പോൾ നോക്കൂ, നല്ലൊരു കളർഫുള്ളാണ്. ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു റൈസ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ സമയം ഉപ്പ് നോക്കുക. ഉപ്പ് ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി ചേർത്തെടുക്കുക. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് പാകത്തിനാണ്. അത്യാവശ്യം നല്ല എരിവുണ്ട്. അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് എരിവിന് ആവശ്യമുള്ളത് അതനുസരിച്ച് വേണം വറ്റൽമുളക് ചേർക്കേണ്ടത്. കുട്ടികൾക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു 3 വറ്റൽമുളക് മാത്രം ചേർത്താൽ മതിയാകും. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തെടുക്കുക. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അങ്ങനെ ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നോക്കൂ, നമ്മുടെ റൈസ് നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു മണവും വരുന്നുണ്ട്. നമുക്ക് തിരക്കുള്ള ദിവസങ്ങളിലോ അല്ലെങ്കിൽ നമുക്ക് മടിയുള്ള ദിവസങ്ങളിലൊക്കെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് റെസിപ്പിയാണ് ഇത്. ഈ റൈസ് വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ചൂടോടെ കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റിയാണ്. ഈ ഒരു റൈസിൻ്റെ കൂടെ കഴിക്കാൻ പ്രത്യേകിച്ച് ഒരു കറിയുടെ ആവശ്യമില്ല. ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുതേ. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ പറ്റുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. പറ്റുന്ന പോലെ സന്തോഷിച്ചിരിക്കുക. ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.